അദ്ദേഹത്തിൻ്റെ പാട്ടുവഴികളെക്കുറിച്ചും അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ചും ഓർത്തെടുക്കുന്നതിന് ഏറ്റവും അനുയോജ്യനായ ഒരു അതിഥി എന്ന് പറയാനില്ല, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ശ്രീ വെള്ളിയേഴി ഹരിദാസേട്ടനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ സംസാരത്തിലേക്ക്, വർത്തമാനത്തിലേക്ക് സഹർഷം സ്വാഗതം. ഇന്ന് ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്നവരിൽ അച്ചുടിപ്പുതാശാന്റെ കൂടെ ഏറ്റവും കൂടുതൽ പാടിയ ഒരാൾ, കലാകാരൻ എന്ന നിലയ്ക്ക് പാടിയ ഒരാൾ ഹരിദാസേട്ടനാണെന്ന് തോന്നുന്നു. ഒട്ടനവധിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞങ്ങൾ കാന്തല്ലൂർ ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ യാദൃശ്ചികമായിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഭജനം പാടില്ല. അപ്പോൾ അത് ഞാൻ പല നമ്മൾ കേട്ടിട്ടുണ്ട്. അതെനിക്ക് പാട്ടിൻ്റെ ഒരു വാസനയുണ്ട് തോന്നുന്നതാണ്. ഒരു തവണ റിട്ടയർ ചെയ്തതിന് ശേഷം കർക്കിടമാസത്തിൽ 32 ദിവസം ആ വൈകുന്നേരത്തിനൊക്കെ നമുക്ക് ഒന്നിച്ച് പാടാം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അശ്വതര വിധാനായി മാറുന്നത്. അതിന് മുമ്പ് അച്ഛൻ്റെ ഉപ്പാശാന്റെ കൂടെ അദ്ദേഹം പാടുന്നത് അത് കേട്ടില്ല. അച്ഛൻ്റെ കൂടെ പാടുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് അവിടെ ചെറിയ പ്രായത്തിൽ തന്നെ കേട്ടിട്ടുണ്ട്. ആ ഒരു പ്രത്യേകിച്ച് ഒരു വിശേഷം ഉണ്ടെങ്കിൽ അച്ഛന് ഈ വൈകുന്നേരം കുളി. അപ്പോൾ നേരത്തെ കുളിക്കുന്നുണ്ട്. ഇന്ന് എന്താ വിശേഷം ചോദിക്കാമോ? ഇന്ന് പശുവിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്പലത്തേക്ക് പോയിട്ട് 2 മണി അഷ്ടപരിയാണ്. അത് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശേഷം വേണമെന്നൊന്നുമില്ല അമ്പലത്തില്. അല്ലാതെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് അഷ്ടപരി പോകണം വിചാരിച്ചോ അങ്ങനെ അറിഞ്ഞാൽ പോയി. അപ്പൊ 5 മണിക്കൊക്കെ കുട്ടിയിലേക്ക് അമ്പലത്തിക്കാൻ പോകും. അപ്പൊ ഈ അജുൽദാശാന്റെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് കാന്തല്ലൂർ തന്നെയാണോ? നേരിട്ട് കേൾക്കണം. അല്ലാതെ ഞാൻ കേൾക്കുന്ന റേഡിയോ പ്രോഗ്രാമിന് അദ്ദേഹം കഥകളി സംഗീതം പാടിയിരുന്നു. പ്രഹ്ലാദയാണ് ഞാൻ 2 പ്രാവശ്യം കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഈ അദ്ദേഹം പാടുന്ന എനിക്ക് മനസ്സിലാക്കി. അപ്പൊ നേരിട്ട് പാട്ട് കേൾക്കുന്നത് അച്ഛൻ്റെ കൂടെ അഷ്ടോതി പാടുന്നതാണ്. അച്ഛനൊപ്പം പാടുന്ന രീതിയിൽ, ഭക്ഷണമൊപ്പം പാടുന്ന രീതിയിലാണ്. ഈ ഭജനയ്ക്ക് കൂടുന്നത് മുതലാണോ ഈ അശ്വതഭാഷയുടെ ഒപ്പം പാടുന്നത്? ഭജന അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ട് കുഞ്ഞുമാഷ അദ്ദേഹമാണ് ഞങ്ങളുടെ ഭജന ജയിച്ചിരുന്നത്. ഞാൻ ഭജനയില് ഞാനാണ് നമ്പർ 3 സർട്ടിഫിക്കറ്റ് തന്നിരുന്നു. അപ്പോ കുറെ അഷ്ടപരി നോക്കുക, അക്ഷരങ്ങളൊക്കെ നോക്കാനൊക്കെ പറയും. അപ്പോൾ പക്ഷെ ഞാൻ ഇപ്പൊ ഈ പാടുന്നതൊന്നും എഴുതിയിട്ട് പഠിച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പാടിയിട്ട് കേട്ടിട്ട് അങ്ങനെ പാടി ശീലിച്ചതാണ്. ചിട്ടയെ അങ്ങനെ എത്തിപ്പിടിപ്പിക്കലായിട്ട് പിന്നെ കാന്തല്ലൂർ മാത്രമല്ല പുറമെ അഷ്ടപരി പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ ധാരാളം കൊണ്ടുനടന്നത്. അതിന് കുറെ കാലത്തിന് ശേഷമാണ് ശിവരാമദാശാന്റെ കൂടെ അഷ്ടപരി പാടുന്നതും കൂടെ പരിപാടിക്ക് പോകുന്നത്. അതിന് യാദൃശ്ചികമായിട്ട് എന്റെ പെങ്ങളുടെ വിവാഹ ദിവസം ശിവരാമദാള് ഇവിടെ രാവിലെ നടത്തുന്ന അദ്ദേഹം നേരത്തെ എത്തിയിട്ടുണ്ട്. പക്ഷെ മകളെ കല്യാണമല്ല, അച്ഛന്റെ തിരക്കനെ പോയില്ല. അമ്പലത്തിക്ക് പോയിട്ട് ശിവരാമന്റെ കൂടെ കുറച്ച് പാടുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പാടുന്നത്. പക്ഷെ ഈ അശ്വതഭാഷാന്റെ ഒപ്പം പാടിയ ആ ഒരു പാട്ടിന്റെ ബലത്തിലായിരിക്കും അത് ശിവരാമദാസാനും പറയാം. അശ്വതഭാഷാനൊക്കെ കൂടെ അഷ്ടപരിക്ക് പാടിയിട്ടുണ്ടെന്ന് അത്യാവശ്യം പരിപാടിക്ക് പോകാറുണ്ടെന്ന് പറയാം. അന്നത്തെ ഇവരുടെ ഈ ഒരു, അതായത് നമ്മുടെ ഈ വള്ളുവനാടൻ ഭാഗത്ത് അന്ന് അഷ്ടപരി പാടിയിരുന്ന ആളുകളില് പ്രമുഖരായിട്ട് 2 പേരും ഈ ശിവരാമദാശാനും അശ്വതഭാഷാനും തന്നെയാണ്. എനിക്കറിയുന്ന ഈ 2 പേര് അല്ലേ? അല്ലാണ്ട് മറ്റാരും അഷ്ടപരി ഞാൻ ധാരാളം കേൾക്കില്ല. ഇവരുടെ അന്നത്തെ ഒരു ശൈലി, അന്ന് പാടിക്കൊണ്ടിരുന്ന ഒരു ശൈലിയാണ്. അത് ഈ നമ്മുടെ കഥകളി സംഗീതമായിട്ട് ഏത് രീതിയിലാണ് അതിനെ ബന്ധപ്പെടുത്താൻ പറ്റുക? വളരെ അടുത്ത ബന്ധമായിട്ട് തോന്നിയിട്ടുണ്ടോ? എങ്ങനെ അവർക്ക് കഥകളി ഇഷ്ടമാണെന്ന് ആവശ്യമില്ല. അവര് ഈ 2 പേരും ഏത് രാഗത്തിൽ പാടുകയാണെങ്കിലും അതിന്റെ പൂർണ്ണഭാവം നമുക്ക് കിട്ടും. അത് എനിക്ക് തോന്നുന്നത് മറ്റേ എന്താ രാഗം മനസ്സിലാവേണ്ടത് കേട്ടാൽ ഈ കൂടെ നിൽക്കണമെന്ന് മനസ്സിലാവില്ല. പാടാൻ ഏത് രാഗത്തെ പാടിയത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ കേട്ട് പാടാൻ ബുദ്ധിമുട്ടുണ്ട്. മറ്റൊരാ തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്നതാണ് രാഗം. മാത്രമല്ല നോക്കുമ്പോൾ സൃഷ്ടിക്കും ഹരം ആണ്. പിന്നെ വളരെയധികം ഹരമുള്ള ദിവസമാണ് എന്നോട് ഒരു പല ഹാർമോണിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഘട്ടം ശ്രുതി വെച്ചിട്ട് അദ്ദേഹത്തിന് അഷ്ടപതി തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു രഹസ്യമുണ്ട് ശബ്ദത്തിൽ. പക്ഷെ പാടി പാടി
പുറത്ത് പിന്നാണ് അപ്പൊ അതിന് വളരെ ഹരായിട്ട് പാടിയിട്ടുള്ള അഷ്ടപതികൾ ധാരാളമുണ്ട് ഈ ശ്രുതി വെച്ചിട്ടുണ്ട്. ഒരു ഘട്ട ശ്രുതിയിലായിരുന്നു അദ്ദേഹം പാടിയിരുന്നത് അല്ലേ? ഏതാണ്ട് ആ ഇടയ്ക്കുള്ള ശബ്ദവും അദ്ദേഹത്തിന്റെ നാദവും വല്ലാത്ത യോജിക്കും, വല്ലാത്ത ലയം ആയിരുന്നു ഭക്തി. അതുപോലെ നമുക്ക് കഥകളി പുസ്തകമുണ്ട് രാഗങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഹരമുണ്ടോ. എന്നാൽ ഒരു മുഴുവൻ കഥകളി സംഗീതത്തിന്റെ ഭക്തി തന്നെയാണ് മുമ്പില്. ബാക്കിയൊക്കെ നമ്മളെ തോന്നലാവും. കഥകളി സംഗീതം അറിയോട്ട് നമുക്ക് തോന്നൽ കൂടുതൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭക്തി ഏത് പാടിയതിനും ഭക്തി നമുക്കുണ്ടാവും. പ്രത്യേകിച്ച് ചില കീർത്തനങ്ങളൊക്കെ വന്നവന്ദനം ഗോവിന്ദനൊക്കെ പാടുമ്പോ ഞാൻ അദ്ദേഹത്തിന്റെ പാട്ട് നേരിട്ട് കേൾക്കാൻ ഭാഗ്യം സിദ്ധിക്കാത്തതാണ്. ശിവപ്രകാശന്റെ ആനന്ദൊക്കെ പകർന്നു തന്ന ചില ഓഡിയോ ക്ലിപ്പിംഗ്സിലൂടെയാണ് അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുന്നത്. അപ്പൊ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ വന്നവന്ദനം കേട്ടത് മുതല് ഞാൻ അതുപോലെ പാടാനാവില്ല, പക്ഷെ ഏതാണ്ട് ആ ഒരു ശൈലിയെ പിന്തുടർന്നുകൊണ്ട് പാടാൻ മോഹിച്ചിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ മറ്റുള്ള ആളുകളുടെ പാട്ടുകളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടിന് കുറെ വ്യത്യാസങ്ങൾ തോന്നിയത്. അതിൽ ഹരിദാസേട്ടന് തോന്നിയ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് അത് നമ്മൾ പാടുമ്പോൾ കീർത്തനത്തില് അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എത്ര അക്ഷരങ്ങൾ, അതായത് ചിലപ്പോൾ രണ്ടാമത്തെയും നാലാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ വ്യക്തി അക്ഷരം കുറച്ച് കൂടുതലുണ്ട്. എത്ര അക്ഷരം ഉണ്ടെങ്കിലും അവ താളവട്ടത്തിന്റെ ഉള്ളിൽ ഒതുക്കി പാടുന്ന ഒരു സ്വഭാവം പ്രകാശന്റെ അക്ഷരങ്ങളെ താളക്രമത്തിന്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഒതുക്കിയിട്ട് താളം കഴിയുമ്പോഴേക്ക് അങ്ങനെ കിട്ടില്ല. താളം കഴിയുമ്പോഴേക്കാണ് സുന്ദരദാസന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങണം. അവിടെ കഴിയുന്നതിന് മുമ്പ് നമ്മൾ തുടങ്ങിയാണ് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ ഞാൻ ഈ ലയം അദ്ദേഹം തുറന്നുമ്പോൾ ഞാൻ പറഞ്ഞ ചെറിയ കൃഷിയൊക്കെ ഉണ്ടെങ്കിലും പാടിപ്പാടി 1-1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിന്ന് പാടി കഴിയുമ്പോഴേക്ക് ഈ ശബ്ദത്തിന് തന്നെ മാറ്റം നമ്മളാകെ ലയിച്ച് പിന്നെ അദ്ദേഹം അഷ്ടപതിയിൽ മാത്രമല്ല, എനിക്കൊരു 8 വയസ്സുള്ളത് അമ്മയുടെ വീട് കയറ്റാണ് മഞ്ചേരി. അദ്ദേഹം ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളെ കൊണ്ട് മഞ്ചേരി ഡോക്ടർ ചികിത്സയ്ക്കായിരുന്നു. അപ്പൊ വീട്ടിൽ വരും, അച്ഛൻ മാത്രമാണ് ചികിത്സ, ഒരു ഉണ്ണി ഡോക്ടർ. അപ്പോ അങ്ങനെ കുട്ടിക്കാരൻ നോക്കണേ വെളിയിൽ വരുന്നതിനും പിന്നെ അദ്ദേഹത്തിനാണ്. പക്ഷെ ഞാൻ അന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന വേഷക്കാരനാണ്. വെളിയിൽ വന്നതിന് ശേഷമാണ് ചെണ്ടക്കാരനാണെന്നും അതൊക്കെ മനസ്സിലാക്കണം. മറ്റത് ഈ നമ്മുടെ ഉമ്മത്തിന് പോയി അച്ഛനോട് ഉണ്ടാവില്ല. ഈ മോലക്ഷം പറഞ്ഞ് ഉമ്മത്ത് പോയി വർത്താനം പറഞ്ഞോട്ട് പോയി കാര്യം പാടില്ല. പേര് തൊട്ടൊക്കെ പെട്ടെന്ന് അച്ഛനോളം എന്ന് പറഞ്ഞു കഥകളിക്കാരൊന്നും അറിയില്ല. അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് അത്രയൊക്കെ മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞ രാമനുണ്ണി ഞാനും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇങ്ങനെ ഇരുന്ന് പഠിച്ചവരാണ് ഒരുമിച്ച്. ആ ബന്ധം അച്ഛൻ പ്രകാശാനും അച്ഛനുമായിട്ട് തുറന്നു വെച്ചു. അത് ഞാനും രാമനിയായിട്ട് തുറന്നു. ഇപ്പോഴും അത് പ്രായവ്യത്യാസം ഉണ്ടെങ്കിൽ ആനന്ദം ഞാനായിട്ട് തുറന്നു കിട്ടുന്നു. ആ കുടുംബമായിട്ടും അതേ ബന്ധം നിലനിന്ന് പോകുന്നത്. പിന്നെ അദ്ദേഹം കുറെ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പറയാതിരിക്കാൻ വയ്യ. അന്ന് രാവിലെ ചെയ്തു. അദ്ദേഹത്തിന് എനിക്ക് കുളി മിക്കവാറും ഒരു സമയത്താണ് കുളിക്കാൻ വന്ന ആദ്യം ചെയ്യുകയെന്ന് വെച്ചാൽ കുളക്കടവ് വൃത്തിയാക്കാനാണ്. തന്നെ ചെയ്യുന്നില്ല പറയും. ഞാൻ ഇന്ന് രാവിലെ ചെയ്തതെന്ന് സാധാരണ വൃത്തിബോധം. അത് മകൻ അത് വളരെ ഡിസ്കസ് ചെയ്ത് അത് ശരിയായി. അപ്പൊ അത് എന്റെ ജീവിതത്തില് ഒരു ശീലമായിട്ട് എനിക്ക് ഇത് കണ്ടുകൊണ്ടതിനെ കുറിച്ച് പോകാൻ പറ്റില്ല. ഒക്കെ വെറുതെ കടന്നിട്ട് ഞാൻ വിളിക്കുന്നു. അത് ഇന്ന് രാവിലെ കൂടി ചെയ്യുന്നതാന്ന് പ്രത്യേകം പറഞ്ഞത്. പിന്നെ അദ്ദേഹം സരസിജനയനി സപ്തസ്വരങ്ങളെ സൈനികം പദനിസ ആ കീർത്തനം എന്നോട് കുടി കഴിഞ്ഞ് ശുദ്ധമായിട്ട് എന്ന് ജപിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു തന്നു. അന്ന് മുതൽ ഞാൻ ഇന്ന് വലിയ ജപിച്ചു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതുപോലെ ഗുരുവായൂർ പോയിട്ട് തൊഴുതിട്ട് ഗുരുവായൂർ തിരക്കുണ്ടോ തിരക്കുണ്ടോ ഉദ്ഘാടനം തീരാവുക. അപ്പൊ അന്ന് എന്നെ ഒരു വാക്കോട് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അത് സാരിയ ഹരി ആരിൽ തന്നെ തന്നോടും ചാരിത്വം ചേർന്ന ദൂരെ തന്നെ ഇരുന്നൊരു നേരത്തെ ജനിച്ചാലും
ചാരത്ത് വന്നും പ്രചാരത്തിൽ സേവിച്ചാലും പാരിത്തിങ്ങനെ മോഹൻ പരമപുരുഷൻ നഖനു ഭേദമെന്തോ അത് വിചാരിച്ച സമാധാനത്തിലുള്ള ഗുരുവായൂർ എന്നും തിരക്കാവുമ്പോൾ അപ്പൊ എനിക്ക് ഗുരുവായൂർ എപ്പോഴും സാഹസ്യം അറിഞ്ഞുകൊണ്ടുള്ള അല്ലെ അതുകൂടി അതിൽ വരുന്നത് ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി അല്ല അതൊരു സാമാധാനിക കൂടിയാണ് അത് വേണ്ട. ഈ അദ്ദേഹത്തിന്റെ ഈ പാട്ട് ഇതിൽ കൂടെ കേട്ട ഒരു പരിചയത്തിൽ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളില് ഒരു പാടുന്നതിനിടയിൽ തന്നെ ചില സമയങ്ങളിൽ ഗ്യാപ്പ് ഒരു ഇത് എടുത്തിട്ട് അടുത്ത വരി എടുക്കുന്നതിന്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിലും ആ ഒരു രാഗഛായ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന പോലെ വായിക്കുമ്പോ വായന്ന് പാട്ട് വരുന്നില്ല, ഇടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുവരെ പാടി നിർത്തിയപ്പോ നീലാംബരിയില് പത്മനാഭ മുകുന്ദ എന്നുള്ളതോ അല്ലെങ്കിൽ നാരായണജീവി പാടുകയാണെങ്കിൽ ആ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ കൂടി ആ രാഗത്തിന്റെ ഒരു ഭാവം അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പോലെ ഈ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അന്ന് നേരിട്ട് അത് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ കേൾക്കുന്ന സമയത്ത് ആ ഒരു ഭാവത്തിന്റെ ഒരു തീവ്രതയെ പറ്റിയിട്ട് എങ്ങനെ തോന്നുന്നത്? അത് എന്തായാലും നേരത്തെ പലരും പ്രസംഗിച്ച കുറിച്ച് പറഞ്ഞു അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും സംഗീതം കൊത്തായാലും എല്ലാവരും ക്ഷേത്രാരാധനമായാലും ഇല്ല, അഷ്ടപതിയായാലും ഇല്ല, കൂടിയാട്ടത്തിനായാലും ഇല്ല, ഒക്കെ സംഗീതമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അഷ്ടപതി പാടുന്ന സമയത്തിലേക്ക് ചിലപ്പോൾ പിന്നെയും നമുക്ക് ആ ഒരു അനുഭവം സംഗീതാനുഭവം നിലനിൽക്കുന്നത്. അഷ്ടപതികളും കീർത്തനങ്ങളും തന്നെയല്ല അതിന് കൂടുതൽ അന്ന് പാടിയത്. എല്ലാത്തിലും അഷ്ടപതികൾ പാടിയിരുന്നു എല്ലായ്പ്പോഴും. കീർത്തനങ്ങൾ മതി. അതിപ്പോ ഇപ്പോഴും ഞങ്ങൾ ഒക്കെ നമ്മുടെ ഈ വള്ളുവനാടൻ ഭാഗത്ത് പാടിയിരുന്ന കീർത്തനങ്ങൾ തന്നെയല്ലേ അദ്ദേഹം പാടിയത്. മറ്റ് സ്ഥലങ്ങളിൽ അല്ല മറ്റ് സ്ഥലങ്ങളിൽ ദക്ഷിണഭാഗത്തെയോ അല്ലെങ്കിൽ ഉത്തരഭാഗത്തെയോ ഉള്ള കീർത്തനങ്ങളും അതൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. ഇന്നത്തെ കാലത്ത് ധാരാളം ആളുകൾക്ക് റെക്കോർഡ് ചെയ്യാനും ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാനൊക്കെ ഉള്ള കാര്യമില്ല. അന്ന് ഈ കളിയരങ്ങുകളിലൊക്കെ ടേപ്പ് റെക്കോർഡറുമായിട്ട് ആളുകൾ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ നമ്മുടെ ഈ കുട്ടിപ്പാടിച്ചയുടെ ഈ ഭാഗം അധികം ആരും അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇല്ലാത്തൊരു നഷ്ടമാണ് എന്നുള്ളത് ഇപ്പൊ ആലോചിക്കുമ്പോൾ അശ്വനിപ്പാടാശാനയോ അല്ലെങ്കിൽ ശിവപാടാശാനയെ പോലെ അന്ന് ഇവിടെ നമ്മുടെ ഒരു ട്രഡീഷണൽ സമ്പ്രദായത്തിൽ പാടിക്കുന്ന ആളുകളുടെ പാട്ടുകൾ വളരെ ആരും അത് പങ്കുവയ്ക്കുകയാണ്. അത് അദ്ദേഹം കുടുംബത്തിന്റെ അടുത്ത് എത്തിയില്ല. അതെ ജീവിച്ചിരിക്കുന്ന കാര്യത്തിൽ അപ്പൊ പലരും അന്നത്തെ ആളുകളുടെ ആ പാട്ട് നമുക്ക് നേരിട്ട് കേൾക്കാൻ പറ്റിയിട്ടെങ്കിലും ഇതേപോലെ ഹെറാസൈറ്റിനെ പോലുള്ള ആളുകൾ അവരെ അനുസ്മരിക്കുമ്പോഴും അവരുടെ ആ ഒരു പാട്ട് വഴികളിലൂടെ സഞ്ചരിച്ച ആ പാട്ടിന്റെ ശൈലി എങ്ങനെയാണെന്ന് പാടി കേൾപ്പിക്കുമ്പോഴും മാത്രമാണ് ഇന്നത്തെ തലമുറയിൽ കേൾക്കാൻ പറ്റുന്നത്. ഇന്നിപ്പോ ഒരുപാട് സോമാന സംഗീതമോ മനുഷ്യനും അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സാറൊക്കെ പറഞ്ഞ പോലെ സോമാന സംഗീതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലം. അന്നത്തെ കാലവും ഇന്നത്തെ കാലങ്ങളും താരതമ്യം ചെയ്യുന്നു. ചെമ്പാശാന്റെ കൂടെ പാടിയിരുന്ന ഇതിന്റെ പാട്ട് കേട്ടിരുന്ന അന്നത്തെ കാലം ഇന്നത്തെ യുവതലമുറയിൽപ്പെട്ട ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലം ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്യുമ്പോൾ കേൾക്കാത്തവര് അഭിപ്രായം വരും. ഞാനൊക്കെ എങ്ങനെ പാടിയാലും ഇനിയിപ്പോ മനഃപൂർവ്വം ആവണ്ടെന്ന് വിചാരിച്ച് പാടിയാലും ശ്രദ്ധി നന്നായി കഥകളിപ്പാട്ടിന് ശാഖയായിരുന്നു. അതിപ്പോ നിർത്തിയില്ല. ഇതന്നെയാണ് ഇവര് പാടിയുന്നത്. ഇതിപ്പോ ചിലപ്പോ നമുക്ക് തെളിയിക്കാനൊന്നും വേറെ മാർഗമില്ല. അപ്പൊ എന്താ വെച്ചാൽ ആ അഭിപ്രായം നമ്മൾ ശരിക്കൊള്ളേണ്ടതല്ലോ. ഞാൻ ഇന്നും ഇദ്ദേഹം പാടിയിരുന്നത് നിശ്ചയിച്ചിരുന്ന ആ രാഗത്തിലും തന്നെയാണ് ഞാൻ പാടുന്നത്. വലിയ മാറ്റമൊന്നും പറ്റാറില്ല. ഇപ്പൊ പുറത്തുള്ള അരങ്ങുകളിലും പോയിരുന്നു. പുത്തൂരമ്പലത്തിൽ പോയിട്ടുണ്ട്, ചന്ദ്രായനഗിരിയിൽ പോയിട്ടുണ്ട്, കല്ലൂർ പോയിട്ടുണ്ട്, പിന്നെ കോർമോത്ത് കടം അതൊക്കെ ഈ വിശേഷാവസരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പൂജ അന്ന് ഈ സ്റ്റേജ് പ്രോഗ്രാം പോലെ പ്രാവശ്യം നടത്തിയതായിട്ട് തോന്നുന്നുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം പോലെ കോഴിക്കോട്ട് ഒരു പ്രോഗ്രാം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്.
അത് ക്ഷണിക്കുമ്പോ അദ്ദേഹം ഞാനും ഒന്നാണ് വീട്ടിൽ പോയത്. ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണ്. പക്ഷെ കുമാരിപ്പുറത്തുനിന്ന് നമ്മുടെ അദ്ദേഹം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാവണം. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി പങ്കെടുത്ത പരിപാടി. അന്നും ഈ സ്റ്റേജ് തരത്തിലുള്ള പെർഫോമൻസ് അപൂർവമാണ്. കൂടുതലും ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലേ? ഈ കർക്കടമാസത്തിൽ ഞങ്ങൾ പാടിയില്ല. അത് ഞങ്ങളോട് ഒരാൾ പരിപാടി ചെയ്തിട്ടല്ല. നമുക്ക് നാളെ പോയിട്ട് കർക്കടമാസം കഴിയുമ്പോൾ പ്രകൃതിയാവാം. നമുക്കുണ്ടാവുകയും അങ്ങനെ പാടിയതാണ്. അതൊരു സാഹചര്യം കൂടിയാണല്ലോ. അതെ അല്ലെ? ഓരോ അവിടുത്തെ ഓരോ വർക്ക് നടത്തുന്ന നവരാത്രിക്കാർക്ക് പറഞ്ഞത് ഇതൊക്കെ ഓരോരുത്തരുടെ വർക്കൊക്കെ പക്ഷെ അവര് നമ്മളോട് അഷ്ടപതി വേണം നടത്തുന്നതല്ല. അദ്ദേഹം അശ്വൻപ്രകാശൻ പഠിച്ചിരുന്ന കാലത്തെയോ ശ്രീരാമപുരയുടെ കീഴിൽ ടി കെ ശ്രീരാമപുരയുടെ കീഴിൽ പഠിച്ചിരുന്ന കാലത്തെയോ അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു പാഠനത്തിലേക്ക് പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞതായിട്ട് തോന്നുന്നു? ഇല്ല. അദ്ദേഹത്തിന്റെ സംഗീത അഭ്യസന കാലത്തിലേക്ക് നേരമൊക്കെ പറയാൻ പറ്റിയൊന്നും എന്നാലും അദ്ദേഹത്തിന്റെ ഞാൻ വേറെ കാര്യം ചോദിക്കാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ റെക്കോർഡുകളില് അതിലൊരു ആദ്യത്തെ ശ്രദ്ധ പ്രളയവധി പാടായിരുന്നു. ഞാൻ ഇന്നേ വരെ വേറെ ആരും പാടുന്നു കേട്ടിട്ടില്ല. അദ്ദേഹം അതെ ഗൗരിബന്ധിലാണ് അത് തുടങ്ങിയിട്ട് പ്രളയവധി. വേറെ ഒരാളുടെ രാഗത്തിൽ അത് ആദ്യത്തെ ഒരു 4 ശതമാനമൊക്കെ ഗൗരിബന്ധിലാണ്. പിന്നെ നേരെ പോയിട്ട് കുറവേണ്ടി പോയിട്ട് പിന്നെ മധുമാവലി പാടി പിന്നെ അവസാനിപ്പിക്കുന്ന ആ രീതിയിലാണ്. അങ്ങനെ അപൂർവ രാഗങ്ങൾ ഏതെങ്കിലും പാടിയതായിട്ട് തോന്നുന്നില്ല. അത് എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ചത് പാടിയതാണ്. നമ്മളെ കണ്ടതാണ് വിജയനില്ലേ 30 ലക്ഷങ്ങൾ കൊണ്ട് അതൊരു ദിവസങ്ങള് അത് ഈ പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ചുരുക്കിണ്ട്. അപ്പൊ ഞാൻ ഇതിനെ പിഴച്ചിട്ട് അതുകൊണ്ട് ചെറിയ വിചാരിച്ച് നിൽക്കുമ്പോ 30 ലക്ഷങ്ങൾ കൊണ്ട് പാടിയിലാണ് പറഞ്ഞത്. മാത്രമല്ല അസാധ്യപ്പെടുത്തമാണ്. ഇനി പാടിയായിട്ട് വേറൊന്നും അതിനുശേഷം ഈ നമുക്ക് രാഗത്താണ്. അപ്പൊ ഞാൻ അതുപോലെ അപൂർവരായിട്ടുള്ള വേറെ എന്തെങ്കിലും അതോ നമ്മളൊക്കെ ഈ സമ്പ്രദായ രാഗങ്ങൾ മാത്രമായിരുന്നു ഉപയോഗിക്കുന്നത് അല്ലെ? ഗിലഹരി മോഹന കാമ്പൂരി കല്യാണി ശങ്കരാഭരണി ഭൂഭാവം അല്ലാണ്ട് ഈ ശുഭോദ്വരാടിയോ അല്ലെങ്കിൽ രേവതിയോ അങ്ങനെയുള്ള രാഗങ്ങളൊന്നും പാടിക്കൊണ്ടിരുന്നത്. അതായത് അന്ന് കഥകളിയിലും ഒക്കെ നടപ്പുണ്ടായി. കഥകളിയിൽ പക്ഷെ ഹിന്ദോടെ ആണ് പാടിയത്. ഹിന്ദോടുണ്ട്. പക്ഷെ ഹിന്ദോളം ഇതിന് പാടിയിരുന്നു. ഹിന്ദു മുഖവും ഒന്നില്ല. അത് കുറെ തോടിയിലാണ് സാധാരണ പാടാൻ. അത് ഹിന്ദോളത്തിൽ പാടിപ്പറ്റുന്നു. അല്ല അദ്ദേഹം പാടിയില്ല. ഞാൻ കൂടെ പാടിയിട്ടുണ്ട്. സാധാരണ തോടിയാണ്. അത് മാറ്റിയിട്ട് ഹിന്ദോളത്തിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും അതുപോലെ പുതുമകളുടെ രാഗങ്ങളെ ഏതെങ്കിലും സരസ്വതിമാരെയൊക്കെ ഏത് രാഗത്തിലാണ് സരസ്വതിമാരെയൊക്കെ പാടുമ്പോഴും തുടങ്ങും. ഓരോ അപ്പുമായിട്ട് ഉപയോഗിക്കുന്ന ഓരോ ഇതും അതായത് ഓരോ സ്വരത്തിന്റെയും വരുന്ന ഇത് ഓരോ രാഗത്തിലായിട്ട് രാഗമാലിക. അപ്പൊ ഈ പ്രയോഗമൊക്കെ അങ്ങനെയാണ് അല്ലെ? അതിന്റെയൊക്കെ ഒരു ഇതാണോ ദാസേട്ടന്റെ പാട്ടുകൾ? പിന്നെ മുഖാരി, പിന്നെ ധന്യാസി, സുരുത്തി, പിന്നെ മോഹന, അങ്ങനെ നീലാംബരി,